നമസ്കാരം. ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച നാളെ ചില നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളും സന്തോഷ വാർത്തകളും ഒക്കെ ലഭിക്കുമ്പോൾ ചില നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധയും ആത്മനിയന്ത്രണവും പാലിക്കേണ്ട ഒരു ദിവസമാണ്. ചന്ദ്രൻ ധനുരാശിയിൽ സഞ്ചരിക്കുന്നതും പൂരാടം നക്ഷത്രത്തിന്റെ സ്വാധീനവും നാളത്തെ ദിവസത്തെ പ്രധാനമാക്കുകയാണ്. വൈകുന്നേരത്തോടെ പൂരാടത്തിൽ നിന്ന് ഉത്രാടത്തിലേക്ക് നക്ഷത്രമാറ്റവും സംഭവിക്കും. അപ്പോൾ നാളെ ഏറ്റവും കൂടുതൽ ഗുണം ഫലം ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ നാളെ ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, അവർ എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ അവരുടെ ദോഷഫലം കുറയ്ക്കാൻ ചെയ്യണം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ആദ്യം നാളെ ഏറ്റവും കൂടുതൽ ഗുണഫലം ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ ആദ്യത്തേത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് നാളെ പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും. തൊഴിൽ മേഖലയിൽ ഏറെ നാളായി കാത്തിരുന്ന ഒരു അവസരം വീണ്ടും മുന്നിലേക്ക് വരാം. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്ത ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ നേട്ടം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ മുൻപ് കുടുങ്ങിക്കിടന്നിരുന്ന ഒരു പണമിടപാട് പരിഹരിക്കപ്പെടുന്നതായിരിക്കും കൂടുതൽ സാധ്യത. കുടുംബത്തിൽ സംസാരിച്ച് തീർക്കേണ്ട ഒരു വിഷയം സമാധാനപരമായി പരിഹരിക്കാൻ കഴിയും. ജോലി സംബന്ധമായിട്ട് മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും ഓഫീസിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുകയും ഒക്കെ നിങ്ങൾക്ക് ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് പറ്റിയ അവസരമാണ്. ഏറെ നാളായി അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ് എങ്കിൽ അതിനുള്ള വഴികളൊക്കെ തെളിഞ്ഞു വരികയും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യത വരികയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. കുടുംബാംഗങ്ങളും ഒത്ത് സമയം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും നാളെ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: രാവിലെ സൂര്യനെ പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുക. കഴിയുമെങ്കിൽ അർഹരായ ഒരാൾക്ക് ഭക്ഷണം ദാനം നൽകുന്നത് വളരെ നല്ലതാണ്. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് നാളെ ആശയങ്ങളും പദ്ധതികളും ഒക്കെ പ്രാവർത്തികമാക്കാൻ അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാനും പുതിയ അവസരങ്ങളെ കുറിച്ച് സംസാരിക്കാനും ഒക്കെ കഴിയും. ഏറെ നാളായി പ്രതീക്ഷിച്ചിരുന്ന ചില ബിസിനസ് പ്രൊജക്റ്റുകളിലൊക്കെ ഒപ്പുവെക്കാനും അത് വലിയ ലാഭത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള തുടക്കം കുറിക്കലുകൾക്കൊക്കെ നാളെ സാധ്യതയുണ്ട്. കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണ മനസ്സിന് സന്തോഷം നൽകും. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ റിസ്ക് എടുക്കാതെ നിലവിലുള്ള അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നതാണ് നാളത്തെ ദിവസം ഇവരെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരം എന്ന് പറയുന്നത്. പ്രണയബന്ധങ്ങളിൽ വലിയ സന്തോഷവും സ്നേഹവും ഒക്കെ പരസ്പരം പ്രണയിതാക്കൾ പങ്കിടുന്ന ഒരു ദിവസമാണ്. അവർക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ ഒന്നിച്ച് കഴിയും. കൂടാതെ വളരെയധികം കുടുംബാംഗങ്ങളുടെ കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ, കുടുംബാംഗങ്ങൾ പല കാര്യത്തിലും നിങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യവും സന്തോഷമുണ്ടാകുന്ന ഒരു സാഹചര്യവുമാണ് നാളെയുള്ളത്. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ശിവക്ഷേത്ര ദർശനം നടത്തുകയോ വീട്ടിൽ ശിവനാമം ജപിക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇനി നാളത്തെ ദിവസം ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് നാളെ പഴയ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചേക്കാം. ജോലിയിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പം കുറയും. മേലുദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം ലഭിക്കുന്നതായിട്ട് കാണാം. ഏറെ നാളായി നിങ്ങൾ കഠിനമായി പ്രയത്നിക്കുകയായിരുന്നു. ആ പ്രയത്നം ഓഫീസിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഒക്കെ ആരും കാണാതെ പോവുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ബലം നിങ്ങൾക്ക് ലഭിക്കുകയോ അംഗീകാരം ലഭിക്കുകയോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി അതിനുവേണ്ട അംഗീകാരങ്ങളും അതിനുവേണ്ട ഫലങ്ങളും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. മത്സര പരീക്ഷകളിലോ അല്ലെങ്കിൽ മറ്റ് കലാമേഖലയിലെ മത്സരങ്ങളിലോ ഒക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. വീട്ടിൽ സന്തോഷകരമായ ഒരു വാർത്ത കേൾക്കാനും കുടുംബാംഗങ്ങൾക്കിടയിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാനുമുള്ള സാധ്യത നാളെ കാണുന്നു. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം: ഗുരുവിനെയോ മുതിർന്നവരെയോ ആദരിച്ച് അനുഗ്രഹം വാങ്ങുന്നത് ഉത്തമമാണ്. മഞ്ഞ നിറത്തിലുള്ള ഒരു വസ്തു ദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇനി നാളെ ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് നാളെ സാമ്പത്തിക കാര്യങ്ങളിൽ ചെറിയ മുന്നേറ്റം പ്രതീക്ഷിക്കാവുന്നതാണ്. ജോലിയിൽ നിങ്ങളുടെ കഴിവ്
തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നേരത്തെ ചെയ്ത ഒരു നല്ല പ്രവൃത്തിയുടെ ഫലം നിങ്ങൾക്ക് നാളെ ലഭിക്കാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുക. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കാണുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളാൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യം കൂടി നാളെ കാണുന്നു. ബിസിനസ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക നഷ്ടം അനുഭവിച്ചിരുന്ന ചില പ്രൊജക്റ്റുകളിൽ ലാഭം കണ്ടെത്താനുള്ള വഴികൾ നിങ്ങൾ തേടുകയും അതിനുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങി വരികയും ചെയ്യുന്നതായിട്ട് കാണുന്നു. ചില പുതിയ ആളുകളെ പരിചയപ്പെടുകയും അത് നിങ്ങളുടെ ജീവിതത്തിനോ അല്ലെങ്കിൽ ബിസിനസ്സിനോ തൊഴിൽ മേഖലയ്ക്കോ ഒക്കെ ഗുണമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം രാവിലെ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. സാധ്യമെങ്കിൽ ഒരു ദരിദ്രരായിട്ടുള്ള ആളിന് ഭക്ഷണം അല്ലെങ്കിൽ ആവശ്യമായ സാധനം നൽകുന്നത് വളരെ നല്ലതായിരിക്കും. നാളത്തെ ദിവസം ഇനി ഗുണഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യ ജീവിതത്തിലെ പിണക്കങ്ങൾ മാറി ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിക്കുന്നതായിട്ട് കാണുന്നു. കൂടാതെ പ്രണയബന്ധങ്ങളിലുള്ള തെറ്റിദ്ധാരണകൾ മാറി ഒന്നിക്കുന്നതായിട്ട് കാണുന്നു. സുഹൃത്തുക്കളിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ഒക്കെ സഹായം നാളത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയുണ്ട്. വ്യാപാരികൾക്ക് പുതിയ അന്വേഷണങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചെറുകിട കച്ചവടക്കാർക്കൊക്കെ വളരെ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് നാളെ. ദീർഘകാലമായി മാറ്റിവെച്ചിരുന്ന ഒരു തീരുമാനത്തിൽ നാളെ വ്യക്തത ഉണ്ടാകാനും സാധ്യതയുണ്ട്. കുടുംബവുമൊത്ത് സമയം ചെലവഴിക്കാനും കുടുംബത്തിൽ അതിഥികൾ വരാനും ഒക്കെ സാധ്യത നാളെ കാണുന്നുണ്ട്. നാളെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അമിതമായ സംസാരവും അനാവശ്യ തർക്കങ്ങളും നാളെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. വൈകുന്നേരം മനസ്സിന് ഇഷ്ടമുള്ള ദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് നാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. അതിലെ ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർ നാളെ സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് നല്ലതായിരിക്കും. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതും പെട്ടെന്നുള്ള നിക്ഷേപ തീരുമാനങ്ങളും ഒക്കെ നാളത്തേക്ക് ഒഴിവാക്കുക. ജോലി സ്ഥലത്ത് മറ്റുള്ളവരുടെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള സാധ്യത ഉണ്ട്. മാത്രവുമല്ല സാമ്പത്തിക കാര്യങ്ങളിൽ ചിലപ്പോൾ വലിയ കൈനഷ്ടം വരുന്നത് കൊണ്ട് നിക്ഷേപങ്ങളൊക്കെ നാളെ മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അനാവശ്യ ചെലവ് കുറയ്ക്കുന്നതും വളരെ നല്ലതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ബന്ധത്തിലും ഒക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ നാളത്തെ ദിവസം ഉണ്ടാകുന്നതായി കാണുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കത്തിലൊക്കെ ഏർപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നാളെ കഴിയുമെങ്കിൽ ദേവീ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ക്ഷേത്രത്തിൽ ചുവന്ന പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് ചുവന്ന പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാൻ കഴിയും. തുളസി ചെടിക്ക് ജലം നൽകി തുളസി ചെടിയെ പരിപാലിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് നാളെ മാനസിക സമ്മർദ്ദം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. ഒരേ സമയം നിരവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാതെ ഓരോ കാര്യവും ഒന്നിനു ശേഷം ഒന്നായി പൂർത്തിയാക്കുക. നിങ്ങൾ ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദവും വിഷമവും ഒക്കെ അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മാത്രവുമല്ല ചിലപ്പോൾ ചിലരിൽ നിന്നുള്ള കുത്തുവാക്കുകളോ അല്ലെങ്കിൽ ചില മോശമായ വാക്കുകളോ ഒക്കെ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം നാളത്തെ ദിവസം ഉണ്ടാകാം. ജോലിയിൽ ചെറിയ പിഴവുകൾ സംഭവിക്കാതിരിക്കാൻ രേഖകളും കണക്കുകളും ഒക്കെ 2 തവണ പരിശോധിക്കുക. ശ്രദ്ധയോടുകൂടി ജോലി ചെയ്യുക. ജോലി സ്ഥലത്ത് ചില പിഴവുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അതുമൂലം നിങ്ങൾക്ക് വഴക്ക് കേൾക്കുകയോ അല്ലെങ്കിൽ ചില പണിഷ്മെന്റുകൾ ലഭിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷമാണ് എങ്കിൽ പോലും ചിലപ്പോൾ ജോലി സ്ഥലത്തെ മാനസിക സമ്മർദ്ദം കുടുംബത്തിലും ഒരു ശോകമുഖമായ അവസ്ഥയ്ക്ക് കാരണമാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ പറയാം. ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തുക. ഓം നമഃ ശിവായ എന്ന മന്ത്രം കഴിയുന്നത്ര തവണ ജപിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർ നാളെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അനാവശ്യമായി ഇടപെടുന്നത് ഒഴിവാക്കണം. അങ്ങനെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് മൂലം നിങ്ങൾക്ക് ചില നിങ്ങളെ ആളുകൾ തെറ്റിദ്ധരിക്കുകയും നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വന്നു ചേരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. സാമ്പത്തികമായിട്ട് ഒരാൾക്ക് ജാമ്യം നിൽക്കുകയോ
കടം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിൽ നാളെ ജാഗ്രത വേണം. വലിയ തുകയൊന്നും കടം കൊടുക്കാതിരിക്കുക. അതൊക്കെ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായി മാറുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടാകാം. കുടുംബത്തിലെ ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നമാക്കാതിരിക്കുക. വാക്ക് തർക്കത്തിലേക്കോ ഒന്നും പോകാതിരിക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ അല്പം ക്ഷമ പാലിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ബിസിനസ്സിൽ ചെറിയ നഷ്ടമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ മനം മടുക്കേണ്ട സാഹചര്യമില്ല. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് പിന്നീട് വരുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം. വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നാളെ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ പറയാം. അതിലൊന്ന്, നാഗദേവതയെ പ്രാർത്ഥിക്കുക. കഴിയുമെങ്കിൽ നാഗക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. വീട്ടിൽ പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും കുടുംബത്തിൽ സമാധാനത്തിന് നല്ലതായിരിക്കും. ഇനി നാളത്തെ ദിവസം ഏറ്റവും കൂടുതൽ ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർ നാളെ സംസാരിക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. നിങ്ങൾ തമാശയായി പറയുന്ന ഒരു വാക്ക് പോലും മറ്റുള്ളവർ ചിലപ്പോൾ തെറ്റായിട്ട് മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. അതുമൂലം നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യം വന്നേക്കാം. ഓഫീസിലൊക്കെ പ്രത്യേകിച്ച് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കണ്ടുമൊക്കെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും തെറ്റിദ്ധാരണകൾക്ക് കാരണമാവുകയും ഒക്കെ ചെയ്യും. ജോലിയിൽ അധികാരികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. നാളെ വലിയ നിക്ഷേപ തീരുമാനങ്ങളോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക ക്രയവിക്രയങ്ങളോ ഒക്കെ നടത്താതിരിക്കുക. അതിന് മുൻപ് 1-2 തവണ ആലോചിക്കുക. ജാമ്യം നിൽക്കുക പോലുള്ള കാര്യങ്ങൾക്കൊന്നും നാളെ ഇറങ്ങി പുറപ്പെടാതിരിക്കുക. സാമ്പത്തിക നഷ്ടം നാളെ കാണുന്നുണ്ട്. നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ, നാളെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കളൊക്കെ ദാനം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. പിന്നെ ക്ഷേത്ര ദർശനം നടത്താൻ കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക. ഓം നമഃശിവായ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. ഇനി നാളത്തെ ദിവസം ദോഷഫലം അനുഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് നാളെ ചെറിയ തടസ്സങ്ങളൊക്കെ നേരിടേണ്ടായി വന്നേക്കാം. തുടങ്ങിവെച്ച കാര്യങ്ങൾ വൈകുന്നതായിട്ട് തോന്നാം. ചിലപ്പോൾ മടിയും അസ്വസ്ഥതയും അലസതയും ഒക്കെ കൊണ്ട് നിങ്ങൾ തുടങ്ങിവെച്ച കാര്യങ്ങൾ ഇങ്ങനെ നടത്താതെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. അതിൻ്റെ പേരിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. യാത്രകളിലും വാഹനം ഓടിക്കുമ്പോഴും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കൂടാതെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കാരണം നിങ്ങൾ വരവറിയാതെ ചിലവ് ചെയ്യുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഉണ്ട്. അതൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും. നാളെ അമിത ചിലവിനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. വളരെയധികം അസ്വസ്ഥതകൾ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഒരു സാഹചര്യം നാളെ ഉണ്ടാകാം. ആരോഗ്യ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങളായി മാറാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാനുള്ള പരിഹാര മാർഗങ്ങൾ, ഹനുമാൻ സ്വാമിയെ നാളെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. കഴിയുമെങ്കിൽ ഹനുമാൻ ചാലിസയോ ഹനുമാൻ മന്ത്രമോ ഒക്കെ ജപിക്കുക. തുളസി ചെടിക്ക് ജലം നൽകി തുളസി ചെടിയെ പരിപാലിക്കുന്നതും നിങ്ങളുടെ ദോഷഫലം കുറയ്ക്കാൻ ഉത്തമമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നാളെ ഏറ്റവും കൂടുതൽ ഗുണഫലം അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അവർ ചെയ്യേണ്ട കാര്യങ്ങളും. അതുപോലെ നാളെ ഏറ്റവും കൂടുതൽ ദോഷഫലം അനുഭവിക്കുന്ന നക്ഷത്രങ്ങളും അവർ ചെയ്യേണ്ട കാര്യങ്ങളും അവരുടെ പരിഹാര മാർഗങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. എല്ലാവർക്കും നാളത്തെ ദിവസം നല്ലതായിരിക്കട്ടെ എന്ന് സർവീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.